വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അരുണിനൊപ്പമുള്ള മുഴുവൻ ചിത്രങ്ങളും പാർവതി ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് ഇവരുടെ വേർപിരിയലിനെക്കുറിച്ചുള്ള ആദ്യ വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയതും. മുൻ ഭർത്താവിനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും പാർവതി ഡിലീറ്റ് ചെയ്തെങ്കിലും അതിൽ നിന്നും കളയാതെ പാർവതി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അരുണിന്റെ അമ്മയുടെ ചിത്രമാണ്. കുഞ്ഞു യാമിക്കുട്ടിയെ എടുത്തുപിടിച്ചു നിൽക്കുന്ന തന്റെ അമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും മാതൃദിനാശംസകൾ നേരുന്ന ചിത്രമാണ് പാർവതി ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതേസമയം പാർവതിയെപ്പോലെ സായിലക്ഷ്മിയെ സ്വീകരിക്കുവാൻ അരുണിന്റെ വീട്ടുകാർ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. കാരണം സുഹൃത്തുക്കളെ പോലെയായിരുന്നു പാർവതിയും അരുണിന്റെ അമ്മയും. അമ്മയ്ക്ക് യാമിക്കുട്ടിയെന്ന് വെച്ചാൽ ജീവനും. അമ്മയുണ്ടെങ്കിൽ യാമിക്കുട്ടി എപ്പോഴും അമ്മയുടെ കയ്യിൽ തന്നെയായിരിക്കും. യാമിക്കുട്ടിയെ നന്നായി സ്നേഹിക്കുന്ന അമ്മയ്ക്ക് പാർവതിയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ സാധിക്കാത്തതിനാൽ തന്നെയാണ് സായിലക്ഷ്മിയെ അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്ന് അരുണിനോട് പറഞ്ഞതും. 5 വർഷം മുമ്പ് 2020 ജൂലൈ മാസത്തിലായിരുന്നു സീരിയൽ നടി പാർവതി വിജയും സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണും വിവാഹിതരായത്. 3 മാസത്തെ പ്രണയത്തിനൊടുവിൽ പാലോട് വനദുർഗ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം. സ്വന്തം വീട്ടുകാരെ സാക്ഷിയാക്കി പാർവതിയുടെ കഴുത്തിൽ താലി ചാർത്തിയ അരുൺ പ്രിയപ്പെട്ടവളെ നേരെ കൊണ്ടുപോയത് സ്വന്തം വീട്ടിലേക്കാണ്. അച്ഛനും അമ്മയ്ക്കും അനുജനുമൊപ്പം അവിടെയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് വീട്ടുകാരുടെ എതിർപ്പുകൾ മാറിക്കഴിഞ്ഞപ്പോഴാണ് പാർവതി സ്വന്തം വീട്ടിലേക്ക് എത്തിയതും. അതിനിടയിലൊന്നും ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ വിവാഹമോചനം എളുപ്പമാവുകയായിരുന്നു. എങ്കിലും വിവാഹ ജീവിതം മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന് പാർവതി തിരിച്ചറിഞ്ഞത്. മാസങ്ങൾക്കിപ്പുറം വിവാഹം കഴിഞ്ഞ ചേച്ചിയും ഗർഭിണിയായി. ഇരുവർക്കുമിടയിലേക്ക് ഒരു കുഞ്ഞു കൂടി ജനിച്ചപ്പോഴാണ് വീടെന്ന സ്വപ്നത്തിലേക്കും ഇവർ എത്തിയത്. ഉണ്ടായിരുന്ന സമ്പാദ്യം അത്രയും ചേർത്ത് വെച്ചാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്നും അധിക ദൂരത്തല്ലാതെ അരുണിന്റെ പേരിൽ ആ 2 ബെഡ്റൂം വീട് ഇവർ വാങ്ങിയത്. നേരത്തെ തന്നെ ഒരു കാറും സ്വന്തമാക്കിയിരുന്നു. അത് പാർവതിയുടേതായിരുന്നു. എന്നാൽ മകൾക്ക് 3 വയസ്സ് തികയും മുന്നേ പരസ്പരം വേർപിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് അതിവേഗമാണ്. വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ വേർപിരിയലിനും അധികം നടപടിക്രമങ്ങൾ ആവശ്യമായി വന്നിരുന്നില്ല. വീട് അരുണിന് തന്നെ നൽകി കാറും കുഞ്ഞും പാർവതിയുടേതുമായി പരസ്പരം വേർപിരിയുകയായിരുന്നു ഇവർ. മാസം 5000 രൂപ വെച്ച് അരുൺ കുഞ്ഞിന് നൽകണമെന്നും ധാരണയായിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.